അംബിക തെന്നിന്ത്യൻ സിനിമയിലെ സൗന്ദര്യത്തിന്റെ പര്യായമായിരുന്ന നടി. ഡൽഹിത്തിരയും നായകന്മാരുടെ പ്രിയതമയായി തിളങ്ങുമ്പോഴും ആ സുന്ദരിയുടെ യഥാർത്ഥ ജീവിതം ഏതൊരു സിനിമാ കഥയേക്കാളും ഉദ്വേഗജനകമായിരുന്നു. തിരുവനന്തപുരത്തെ കല്ലറയിലെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്നും കോടമ്പാക്കത്തിന്റെ സിംഹാസനത്തിലേക്കുള്ള അംബികയുടെ വളർച്ചയും അതിനിടയിൽ വിവാദങ്ങൾ തീർത്ത പ്രണയബന്ധങ്ങളും ഇന്നും എന്നും സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചയാണ്. അംബികയുടെ വിജയത്തിന് പിന്നിൽ ഒരു അമ്മയുടെ ദൃഢനിശ്ചയമുണ്ടായിരുന്നു. കല്ലറ സരസമ്മ. രാഷ്ട്രീയത്തിൽ നിന്നും സിനിമയുടെ വെള്ളി വെളിച്ചത്തിലേക്ക് തന്റെ മക്കളെ എത്തിക്കാൻ ആ അമ്മ നടത്തിയ പോരാട്ടം വൻ വിജയം കണ്ടു. അംബികയും സഹോദരി രാധയും തെന്നിന്ത്യൻ സിനിമാ രംഗം കീഴടക്കി ചക്രവർത്തിനികളായി വാണു. പക്ഷേ രാധ തന്റെ കുടുംബജീവിതം ഭദ്രമാക്കിയപ്പോൾ അംബികയുടെ ജീവിതം തിരമാലകൾ നിറഞ്ഞ കടൽ പോലെയായിരുന്നു. 1988 അംബികയുടെ ആദ്യ വിവാഹം. അമേരിക്കൻ മലയാളിയായ പ്രേംകുമാർ മേനൻ. ആ വിവാഹം അന്ന് ഒരു ദേശീയ വാർത്ത തന്നെയായിരുന്നു. 2 ആൺമക്കൾ പിറന്നുവെങ്കിലും ആ ബന്ധത്തിന് അധികം ആയുസ്സുണ്ടായില്ല. 1997 അവർ രണ്ടുപേരും വേർപിരിഞ്ഞു. ഗ്ലാമർ ലോകത്തെ തിരക്കുകളും വ്യക്തിപരമായ വിയോജിപ്പുകളും കാരണം ആ ദാമ്പത്യം തകർന്നു വീണു. എന്നാൽ അംബിക അവിടെ തളർന്നില്ല. രണ്ടാം വിവാഹം 2000 തമിഴ് നടൻ രവികാന്തിനൊപ്പം. ആരാധകർ കരുതി അംബിക തന്റെ തണൽ കണ്ടെത്തിയെന്ന്. പക്ഷെ വെറും 3 വർഷം കൊണ്ട് ആ ബന്ധവും കോടതി കയറി. അംബികയുടെ ജീവിതത്തിലെ പുരുഷന്മാർ ഉടൽ മാറുന്ന വസ്ത്രങ്ങൾ പോലെയാണോ എന്ന ചോദ്യങ്ങൾ അന്ന് ഗോസിപ്പ് മാസികകളിൽ ഒന്നാകെ ഉയർന്നിരുന്നു. എന്നാൽ അംബികയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഞെട്ടൽ വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. സൗന്ദര്യത്തിന് ഒട്ടും ചേരാത്ത ഒരു ജോഡി എന്ന് തമിഴകം പരിഹസിച്ച ഒരു ബന്ധമായിരുന്നു അത്. ഹാസ്യ നടൻ വടിവേലുവുമായുള്ള ലിവിംഗ് ടുഗദർ ബന്ധം. അംബികയുടെ സൗന്ദര്യവും വടിവേലുവിന്റെ രൂപവും തമ്മിലുള്ള അജഗജാന്തര വ്യത്യാസം വലിയ പരിഹാസങ്ങൾക്കും ചർച്ചകൾക്കും വഴിവച്ചു. വടിവേലുവിന്റെ ഭാര്യയുമായുള്ള പ്രശ്നങ്ങൾ തെരുവിലെത്തുകയും അംബികയുടെ പേര് മോശമായി വലിച്ചിഴക്കപ്പെടുകയും ചെയ്തു.